ആദ്യമേ പറയാനുള്ളത് ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് പൊതുജനം അതുപോലെ നമ്മുടെ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പൊതുജനവും നമുക്കുള്ള തന്നിട്ടുള്ള സപ്പോർട്ട്, അതുപോലെ നമുക്ക് പാർട്ടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നിട്ടുള്ള സപ്പോർട്ട്, എല്ലാത്തിനും ഈ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നിട്ടുള്ള സപ്പോർട്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. ഇന്ന് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കേട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേര് കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആളിപ്പോൾ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തുടരുകയാണ്. ഈ 5 പേരെയും സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. പിന്നെ അവർക്കെതിരെ തക്കതായ നടപടി എടുത്തുകൊണ്ട് കേസിനെ വിധേയനാക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു പൂർണ്ണമായും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തുടരാൻ യാതൊരുവിധ അർഹരല്ല. അതാണ് പറയാനുള്ളത്. പിന്നെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു സ്വമേധയാ എടുത്തിട്ടുള്ള കേസിൽ ഞാൻ കക്ഷി ചേരുകയാണ്. CCTV ദൃശ്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും അതായത് മേൽക്കൂരുള്ള എല്ലാ സ്ഥലത്തും CCTV ഉണ്ടാവണം എന്നുള്ളൊരു നിയമം നിലവിലുണ്ട്. അതിനെ ഞങ്ങൾ കക്ഷി ചേരാൻ തീരുമാനിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും തൃപ്തനല്ല. നമ്മൾ സസ്പെൻഡ് ഉദ്ദേശിക്കുന്നതല്ല, ഡിസ്മിസ് അവനെ പിരിച്ചു വിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഈ 4 പേരിൽ കൂടാതെ 5 പേരെയും സർക്കാർ പിരിച്ചു വിടണം എന്നാണ് നമ്മുടെ ആവശ്യം. അതെ അതുവരെ ഞങ്ങൾ പാർട്ടിപരമായിട്ട് ഞങ്ങൾ പോരാടാൻ തന്നെയാണ് തീരുമാനം. പിരിച്ചുവിടാൻ മാത്രമല്ല, അവർക്ക് ഈ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അവരെ നിയമപരമായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. റിസൾട്ട് കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് പൊതുജനത്തിന് മുന്നിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനം നമുക്ക് നമുക്കുള്ള സപ്പോർട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ സങ്കടമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ നേതാവ് കളിക്കണ്ട, അതായത് നിൻ്റെ എത്ര വലിയ ആൾക്കാരുണ്ടെങ്കിലും വരട്ടെ. അത് ഈ CCTVയിൽ പ്രത്യേകം പറയുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠനായ നിതീഷാണോ നിന്നെ സപ്പോർട്ട് ചെയ്യുക, നിതീഷാണോടാ എന്ന് സന്ദീപ് പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ വർഗീസേട്ടൻ സന്ദീപിനെ ഫോൺ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിൽ വർഗീസേട്ടൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നാളെ നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ആൾക്കാർ എന്ന് വെച്ചാൽ അവർ ബിസിനസ്സിൻ്റെ എന്തൊന്നും ചെയ്യുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു പക്ഷേ ഇത് നല്ല രീതിയിൽ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ലേ. സത്യം പറയാൻ വെച്ചാൽ ഇത്രയും മാത്രം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിലെ CCTVകൾ കാര്യക്ഷമമല്ല, അങ്ങനെയാണ് സുമോട്ടോ കേസ് എടുത്തിട്ടുള്ളത്. ആ കേസിൽ നമ്മൾ കക്ഷി ചേരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ കാര്യക്ഷമമല്ല എന്ന് മാത്രമല്ല, ഇത് ഇന്നേ വരെ പൊതുജനങ്ങൾക്ക് കിട്ടിയതായിട്ട് അറിയില്ല. സുപ്രീം കോടതി സ്വമേധയാ കേസിൽ ഞങ്ങൾ 2 കൊല്ലമായിട്ട് നടത്തിയ നിയമ പോരാട്ടം സുപ്രീം കോടതി ബോധിപ്പിക്കേണ്ടതുമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് പാർട്ടി നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ കേസിൽ സുപ്രീം കോടതി കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളെ 5ാമത്തെ ആൾക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമ്മുടെ ഇതുവരെ കേസ് നടത്തിയ കുന്നോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോടതി തുറക്കുന്ന ദിവസം പെറ്റീഷൻ ഫയൽ ചെയ്യും എന്നും പാർട്ടി നിർദ്ദേശപ്രകാരം അത് നടന്നുകൊണ്ടിരിക്കുന്നത്.